ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ലെക്ചർ 2 നോക്കാം. അപ്പോൾ ലെക്ചർ 2 പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ലെക്ചർ 1 കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. അത് കൂടുതൽ നമ്മൾ കണ്ടത് ബേസിക് ടേംസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ, സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ലെക്ചർ 1 ഒന്ന് കണ്ടു നോക്കുക. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിലെ യൂണിവേഴ്സിറ്റിക്ക് ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, എന്നിരുന്നാലും ആ ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഓവറോൾ സിലബസിൻ്റെ ഒരു ഡിസ്കഷനുമാണ് മെയിൻലി നമ്മൾ ലെക്ചർ 1 കണ്ടത്. സോ നമുക്ക് ഇന്ന് ലെക്ചർ 2 നോക്കാം. സോ ലെക്ചർ 2 നമ്മൾ അതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ലെക്ചർ 1 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നമുക്ക് നോക്കാം. സോ ലെക്ചർ 1 നമ്മൾ കണ്ട ഫസ്റ്റ് സംഗതി എന്തായിരുന്നു? വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റന്റ് ഏരിയ സെക്ഷൻ, അതായത് ഒരു ഷാഫ്റ്റ് ആവാം, ഒരു ബാർ ആവാം, അതിൽ എന്തെങ്കിലും നമ്മളൊരു ലോഡ് പി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈസ് നത്തിങ് ബട്ട് π/4 d², അല്ലേ? അപ്പൊ ഏരിയ നമുക്ക് ഏരിയ = π/4 d² വെച്ച് ഏരിയ കിട്ടും. സ്ട്രെസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? P/A, അല്ലേ? ഇത് ഇത്രയും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ അതേ കാര്യമാണ്. സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ലോഡും നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സെക്കൻഡ് നമ്മൾ പഠിച്ച കാര്യമാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. റെപ്രസെൻറ്റേഷൻ സിഗ്മ സ്ട്രെസ്സിന്റെ സ്ട്രെയിനിന്റെ എന്താണ്? ഇ ആണ്. സോ ഇ എന്തെന്ന് നമ്മൾ പഠിച്ചായിരുന്നു? dl/l, അല്ലേ? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ ഒരു ഷാഫ്റ്റിനോ ബാറിനോ അതിന്റെ ഇനീഷ്യൽ ലെങ്ത് L ആണെങ്കിൽ, ബിക്കോസ് നമ്മൾ ഒരു പി ഫോഴ്സ് കൊടുക്കുന്നത് കാരണം അതിനെന്തുണ്ടാവും? സർട്ടൻ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് dl. അപ്പൊ നമ്മുടെ സ്ട്രെയിൻ എങ്ങനെയാണ് വരുന്നത്? dl/l. രണ്ടിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. സോ മീറ്റർ ക്യാൻസൽ ആയി പോയിട്ട് ഇതൊരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, ഡക്റ്റൈൽ മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയലും. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മൾ വരച്ചായിരുന്നു. അപ്പോൾ ആ ഡയഗ്രാം നമുക്ക് എങ്ങനെയാണ് കിട്ടിയേ? ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് 3 സ്ട്രെസ്സസ് നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് സിഗ്മ വൈ, ദിസ് ഈസ് സിഗ്മ യു ആൻഡ് ദിസ് ഈസ് സിഗ്മ എഫ് ഫ്രാക്ചർ. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് 3 സ്ട്രെസ്സസ് വന്നത്: സിഗ്മ വൈ, സിഗ്മ യു ആൻഡ് സിഗ്മ എഫ്. അതിൽ ഈ സിഗ്മ വൈ വിത്തിൻ ദിസ് എലാസ്റ്റിക് ലിമിറ്റ്, അവിടെ നമ്മളൊരു ലോ സ്പെസിഫൈ ചെയ്തു. ദാറ്റ് ലോ ഈസ് കോൾഡ്, എന്ത് ലോ ആയിരുന്നു? ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്സ് ലോ നമ്മൾ വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ്, നമ്മൾ ഈ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ് സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പം സ്ട്രെസ് നമുക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടും. സിഗ്മ പ്രൊപ്പോർഷണൽ ടു ഇ. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് സിഗ്മ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഇ ഇൻറ്റു ഇ, വേർ ദിസ് ക്യാപിറ്റൽ ഇ ഈസ് കോൾഡ് എന്തായിരുന്നു? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിന് യൂണിറ്റ് ഇല്ല. ഏത്? സ്ട്രെയിനിന്. സിഗ്മയ്ക്ക് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ലോഡ് ബൈ ഏരിയ, P/A, അല്ലേ? അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ അതുപോലത്തെ സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും ഏതിനുള്ള? ഇയുടെയും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് അറിഞ്ഞിരിക്കുക. നമുക്ക് മോസ്റ്റിൽ എപ്പോഴും പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ തെറ്റുന്നത് യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ യൂണിറ്റ്സ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ നമുക്ക് കിട്ടും. സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും ഈ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിന്റെ ഒരു മെയിൻ ഇക്വേഷൻ ആണ് സ്ട്രെസ്സിന് പകരം നമ്മൾ എന്ത് എഴുതി? ലോഡ് ബൈ ഏരിയ ഈക്വൽ ടു ഇ ഇൻറ്റു dl/l, അല്ലേ? ഓരോ ടേമിനെ നമ്മൾ വലുതാക്കി എഴുതി, അത്രേ ചെയ്തുള്ളൂ. P/A എന്താണ്? സ്ട്രെസ്. ഇ എന്താണ്? നമ്മുടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈക്വൽ ഇൻറ്റു എന്താണ്? dl/l സ്ട്രെയിൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ലെങ്ത് dl ഈസ് ഈക്വൽ ടു ഒറ്റ ഇക്വേഷൻ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഇവിടെ വരും. അപ്പോൾ P ഇൻറ്റു എൽ
ബൈ ഇ ഇങ്ങോട്ട് വരും. അപ്പം എ ഇൻറ്റു ഇ, പി എൽ ബൈ എ ഇ. ഡി എല്ലിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? പി ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഇ. ഈ ഒരൊറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം സിംപ്ലിഫൈഡ് ആണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു, കുറച്ച് 3-4 അതിൽ സബ് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ മൊഡ്യൂൾ വൈസ് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തെ 3-4 ടോപ്പിക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോർമുല വെച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഇന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? പി എൽ ബൈ എ ഇ. വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതെത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയത്. അത് തന്നെയാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങും. ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ടോപ്പിക്സിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയ സെക്ഷൻ എങ്ങനെയായിരുന്നു? യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിരുന്നു. അതായത് ഒരൊറ്റ ഷാഫ് ബാറ്, അതിന് വേരിയിങ് ഏരിയ ഒന്നുമില്ല. അതിൽ എന്ത് ആക്ട് ചെയ്യുന്നു? രണ്ടിലും ലോഡ് ആക്ട് ചെയ്യുന്നു. നമ്മൾ ഒരു സിംഗിൾ ബാർ എടുത്തിട്ട് അതിനെ നമ്മൾ വലിക്കുന്ന ഒരു സെയിം എഫക്റ്റേ ഉള്ളൂ നേരത്തെ വരെ നമ്മൾ പഠിച്ചതിൽ. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ വ്യത്യാസം എന്താണ്? ഈ ഫിഗറിൽ നമ്മൾക്ക് ഇപ്പോൾ കാണാം 3 സെക്ഷൻ ഉണ്ട്. 3 സെക്ഷനും എന്ത് ഡിഫറെന്റ് ആണ്? അതിന്റെ ഏരിയ എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ, ഡയമീറ്റർ D1, D2. അതായത് ഏരിയ മാറുന്നത് എന്തുകൊണ്ടാണ്? ഡയമീറ്റർ മാറുന്നതുകൊണ്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? π/4d². അപ്പോൾ ഓരോന്നിന്റെയും ഡയമീറ്റർ D1, D2, D3 മാറുന്നത് കൊണ്ട് ഏരിയ മാറുന്നുണ്ട്. അപ്പൊ ഇനി ഇതില് ഓരോ സെക്ഷന്റെ ലെങ്ത് L1, L2, L3 എല്ലാം മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഒരു സിംഗിൾ ഷാഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ പ്രോബ്ലം, ഇത് നിങ്ങളുടെ സീരീസിനൊക്കെ ഇപ്പോൾ വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കാണും. അതായത് ഒരു സിംഗിൾ ലെങ്ത് ആണെങ്കിൽ നമ്മൾ DL = PL / A എന്ന് പറഞ്ഞ നേരത്തെ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 സെക്ഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ഹാക്ക്, നമുക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എൻ്റയർ ലെങ്തിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ DL എഴുതാം. DL = ഇവിടെ 3 സെക്ഷൻ ആണ്, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ ഏരിയ എന്തായിരിക്കും? DL1 + DL2 + DL3 അല്ലേ? നമുക്ക് ഇവിടെ വരുന്ന ഓരോ സെക്ഷന്റെ നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഓരോന്നിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എന്തെന്നറിയാം? P1 L1 / A1 E1. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനെ ജസ്റ്റ് എഴുതുന്നു. DL2 എന്ന് പറയുന്നത് P2 L2 / A2 E2 = പ്ലസ് എന്താണ്? DL3 P3 L3 / A3 E3. നമ്മൾ നേരത്തെ നോക്കിയ അതേ ഇക്വേഷൻ അല്ലേ? ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയേ ഉള്ളൂ. ഇനി ഇവിടെ ഇപ്പം നമ്മൾ നോക്കുക, P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്, E1 ഉണ്ട്, E2 ഉണ്ട്, E3 ഉണ്ട്. ഇവിടെ P1 = P2 = P3 ആണ്. എന്തുകൊണ്ട്? നമ്മൾ ഈ ഫിഗറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? എല്ലാം വലിക്കുന്നത് ഒരൊറ്റ സിംഗിൾ ഫോഴ്സ് എന്തിലാണ് വലിക്കുന്നത്? Pയിലാണ് ഇവിടെ രണ്ട് സൈഡത്തും വലിക്കുന്നത്. അപ്പം P എല്ലാത്തിലും വലിക്കുന്ന P സെയിം ആയതുകൊണ്ട് P1, P2, P3 will be same. ക്ലിയർ? ദെൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന 3 സെക്ഷനും ഒരു സെയിം മെറ്റീരിയൽ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് സെയിം ആണ്? E1 = E2 = E3 അല്ലേ? 3ന്റെയും എലാസ്റ്റിക് കോൺസ്റ്റന്റും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചേഞ്ച് ഇൻ ലെങ്തിന്റെ ഇക്വേഷനിൽ എന്തൊക്കെ കോമൺ എടുക്കാം? P/E കോമൺ എടുത്തൂടെ അല്ലേ? Pയും സെയിം ആണ്, Eയും സെയിം ആണ്. അപ്പൊ ഇക്വേഷനിൽ പിന്നെ എന്ത് വരും? L1 / A1 + L2 / A2 + L3 / A3. ഇത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കസ്ഡ് ആണ്. നമുക്കിപ്പോൾ പ്രോബ്ലംസ് കുറച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ലെങ്തിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. അതായത് ഈ ഇക്വേഷൻ തന്നെ എഴുതിയിരിക്കുന്നത്, അതിൽ എന്ത് കോമൺ എടുത്താൽ മതി? ഇയും സെയിം ആണെങ്കിൽ ഈ നമുക്ക് കോമൺ എടുക്കാം. അപ്പൊ ഈ DLന്റെ ഇക്വേഷൻ ഇങ്ങനത്തെ ഈ ഒരു ഫോർമാറ്റ് കിട്ടും. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോബ്ലമാറ്റിക് സെക്ഷൻ ആണ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്താകുന്നു? വേരിയിങ് ആയിട്ട് വരുന്നു. വേരിയിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഇക്വേഷൻ എന്താണ്? PL/AE തന്നെ മൂന്നിനും അപ്ലൈ ചെയ്ത് P/E കോമൺ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലത്തില് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പിക്ക് വാല്യൂ വന്നു, അതായത് 3500 ന്യൂട്ടൺ രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് വലിക്കുന്നു? ആ ഫോഴ്സ് പിയിൽ വലിക്കുന്നു. ഓരോ സെക്ഷന്റെ ലെങ്തും തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മോസിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മുടെ യൂണിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ്. അതായത് നമുക്കൊരു കോൺസ്റ്റന്റ് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് ഇ ആണ്. ഇ തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കുക, MM ആണ്. മോസിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് എപ്പോഴും നമുക്ക് കാര്യം, ഒരു വലിയ ഷാഫ്റ്റ് എടുത്ത് നമ്മൾ വലിച്ചാലും ഇതിന് വരുന്ന ചേഞ്ച് എന്തായിരിക്കും? ഇൻ സം MM ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ 10 മീറ്റർ ഉള്ള ഷാഫ്റ്റ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കുറെ മീറ്റേഴ്സ് ഒന്നും ചേഞ്ച് ലെങ്ത് കിട്ടൂല, എപ്പോഴും മില്ലിമീറ്ററിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബെറ്റർ നമ്മൾ സോൾവ് ചെയ്യുമ്പം എല്ലാ ആൻസറും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാത്തിന്റെ യൂണിറ്റ് MM പറയുന്നതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ്. അപ്പൊ നമുക്ക് മോസിൽ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ എല്ലാത്തിനെയും നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? MM. ഇപ്പൊ ഇവിടെ MM തന്നിട്ടില്ലാത്ത പാരാമീറ്റേഴ്സ് എന്താണ്? അതിന്റെ ക്രോസ് സെക്ഷണൽ പാരാമീറ്റേഴ്സ്, ഡയമീറ്ററും ലെങ്തും എല്ലാം എന്തിലാണ് തന്നിരിക്കുന്നത്? സെന്റിമീറ്ററിലാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഇതൊന്നും വലിയ ലെങ്തി പ്രോബ്ലം അല്ല. ഇതൊന്നും പറഞ്ഞ് എനിക്കറിയാം നിങ്ങളിപ്പോൾ നേരത്തെ നമ്മൾ ഈ ക്ലാസ് ഒക്കെ ഇട്ടാലും നിങ്ങൾ ടുവേർഡ്സ് ദ എക്സാം ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പം ഷോർട്ട് ടൈമിൽ നമ്മൾ പറഞ്ഞു തീർക്കുക, നിങ്ങൾ മനസ്സിലാക്കി തീർക്കുക. എഞ്ചിനീയറിംഗിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് 7-8 മണിക്കൂറോ അല്ലെങ്കിൽ 9 മണിക്കൂറൊക്കെ ഒരു മൊഡ്യൂൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് കൺസെപ്റ്റ്സ് ഞാൻ ടൈം എടുക്കും, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി കണ്ട അതേ കൺസെപ്റ്റ് തന്നെ. നെറ്റ് ചേഞ്ച് ലെങ്ത് എങ്ങനെ കിട്ടും? 3 സെക്ഷൻ ഉണ്ട് അല്ലേ? അപ്പം നെറ്റ് DL ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? DL1 പ്ലസ് DL2 പ്ലസ് DL3. കറക്റ്റ്, 3 സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് P/E കോമൺ എടുക്കാമല്ലോ. ഇൻറ്റു അപ്പൊ എന്ത് വരും? L1/A1. നമ്മൾ ഫോർമുല നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സാധനം, L3/A3. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചലഞ്ച് എന്താണ്? നമുക്ക് A1, A2, A3 വേണം. A1 എങ്ങനെ കണ്ടുപിടിക്കും? A1 ഈക്വൽ ടു π/4 d². D എത്ര? D 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ π/4 ഇൻറ്റു എന്ത് വരും? 20 mm അല്ലേ? 2 സെന്റിമീറ്ററിന് നമുക്ക് എത്ര എന്ന് പറയാം? 20 mm ആണ്. അപ്പൊ 20 സ്ക്വയർ 400 ആണ്. 4ഉം 4ഉം കൂടെ പോയിട്ട് നമുക്ക് എന്ത് എഴുതാം? 100 π എന്ന് എഴുതാം. എല്ലാം പൈ കിടക്കട്ടെ. ഓക്കെ, A2 π/4 ഇൻറ്റു 30 സ്ക്വയർ. സോ അതെന്ത് വരും? നിയർലി 225 π എന്ന് പറയും കേട്ടോ. അപ്പൊ A3 ഈക്വൽ ടു π/4 ഇൻറ്റു എന്ത് വരുന്ന 50 സ്ക്വയർ. അത് സോൾവ് ചെയ്യുമ്പോൾ 625 π എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നും പൈല് കിട്ടി, A1, A2, A3. ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പൈല് തന്നെ എഴുതിയാൽ മതി, നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അതാണ് എളുപ്പം. അപ്പൊ A1, A2, A3 ഇവിടെ സോൾവ് ആയി. L1, L2, L3 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അറിയാം, അതിനെ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ പ്രോബ്ലം, വലിയ പ്രശ്നമൊന്നും ഇല്ല സോൾവ് ചെയ്യാൻ. അപ്പൊ DL ഈക്വൽ ടു എങ്ങനെ കിട്ടും? 35,000 ഡിവൈഡഡ് ബൈ E is 2.1 ഇൻറ്റു 10⁵ ഇൻറ്റു L1. L1 ഇവിടെ 20 സെന്റിമീറ്റർ, അതിനെ നമ്മൾ MM ആക്കുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 π. ഈ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ സോ ദാറ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. 250 ബൈ 225 π പ്ലസ് മൂന്നാമത്തെ 22 സെന്റിമീറ്റർ, 220 ഡിവൈഡഡ് ബൈ 625 π. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ DLന്റെ വാല്യൂ നമുക്ക് 0.183 എന്ന് കിട്ടും. ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ എന്ന്. സോ ഇതാണ് കൺസെപ്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ? വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് സെക്ഷൻ 3 ഡിവൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എ മെമ്പർ ഫോംഡ് ബൈ കണക്ടിങ് എ സ്റ്റീൽ ബാർ ടു ആൻ അലുമിനിയം ബാർ. അതായത് ഒന്ന് സ്റ്റീൽ ബാറും ആണ്, ഒന്ന് അലുമിനിയം ബാർ ആണ്. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ഇതുമായിട്ടുള്ള മേജർ ഡിഫറൻസ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ നോക്കിയതിൽ P എല്ലാത്തിലും സെയിം ആയിരുന്നു, എന്തും സെയിം ആയിരുന്നു, E സെയിം ആയിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്ത് സെയിം അല്ല? E സെയിം അല്ല. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി, അത് അറിഞ്ഞിരിക്കുക. E ഈസ് എ
മെറ്റീരിയൽ പ്രോപ്പർട്ടി, മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചിട്ട് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയുടെ വാല്യൂ മാറും. സ്റ്റീലിന് ഒരു വാല്യൂ ആണ്, കോപ്പറിന് ഒരു വാല്യൂ ആണ്, അലുമിനിയത്തിന് ഒരു വാല്യൂ ആണ്. അതൊരു ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇ എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റീൽ ബാർ ഒരു അലുമിനിയം ബാറുമായിട്ട് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്ത് ഡിഫറെന്റ് ആയിരിക്കും, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഈസ് ഡിഫറെന്റ്. സോ അസ്യൂമിങ് ദാറ്റ് ദ ബാർസ് ആർ പ്രിവെന്റഡ് ഫ്രം ബക്ലിംഗ് സൈഡ് വേസ്, അതായത് ഒരു കോളത്തിന്റെ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല, നമ്മൾ കോളമൊക്കെ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എൻറ്റയർ കൊടുക്കുന്ന ലോഡും ഇതിന് എന്തായിട്ട് ആക്ട് ചെയ്യുവാണ്, ഒരു കംപ്രസീവ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്, ബക്ലിംഗ് ഒന്നുമില്ല. സോ കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന പി ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ട. പി ഫോഴ്സ് എത്രയാണ്, ദാറ്റ് വിൽ കോസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി മെമ്പർ ടു ഡിക്രീസ്. അതായത് ഈ ടോട്ടൽ ലെങ്ത്, ഇപ്പൊ എത്ര ലെങ്ത് കാണിച്ചിരിക്കുന്നത്, 30യും 38 സെന്റിമീറ്ററും, അത് എത്രയായിട്ട് കുറയണം, 0.25, DL ഈക്വൽ ടു 0.25. ടോട്ടൽ ലെങ്ത് നമ്മൾ നേരത്തെ സെക്ഷൻ വൈസ് നോക്കിയ ലെങ്ത് അല്ല, എൻറ്റയർ ലെങ്ത് 0.25 ആയിട്ട് കുറയാൻ എത്ര ഫോഴ്സ് കൊടുക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് 0.25 ആയിട്ട് തന്നിട്ടുണ്ട്. അത്രയും ഇൻഡ്യൂസ് ചെയ്യാൻ 0.25 കുറയ്ക്കാനുള്ള ലോഡ് പി കണ്ടുപിടിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രത്തോളം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നോ അപ്പോഴേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ മീനിങ് കിട്ടുള്ളൂ. പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഇതൊക്കെ ആദ്യമായിട്ട് അവിടെ പോയിരുന്ന് നമുക്ക് ഇക്വേഷൻ അറിയാം, പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഈ ഒരു സ്പീഡിൽ നമുക്ക് അനലൈസ് ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എലാസ്റ്റിക് മോഡുലസ് ഓഫ് ഏതൊക്കെയാ, സ്റ്റീലിന്റെ 2.1 × 10⁵ അലുമിനിയത്തിന്റെ 7 × 10⁴ തന്നിട്ടുണ്ട്. സിമ്പിൾ. നമ്മൾ നേരത്തെ ഇവിടെ എത്ര സെക്ഷൻ ഉണ്ട്, നമുക്ക് നേരത്തെ 3 സെക്ഷൻ ഉണ്ട്, ഇവിടെ 2 സെക്ഷൻ. സോ DL ഈസ് ഈക്വൽ ടു DL1 പ്ലസ് DL2. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. DL ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 0.25. P1 L1 ബൈ A1 E1 പ്ലസ് എന്ത് എഴുതാം, P2 L2 ബൈ A2 E2. ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം, P ആക്ടിങ് ഫോർ രണ്ട് ഇതിലും സെയിം P ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, എൻറ്റയർ സ്ട്രക്ചറിലും P മാറ്റമില്ല. അപ്പൊ P നമുക്ക് കോമൺ എടുക്കാം, P മാത്രമേ കോമൺ എടുക്കാൻ പറ്റുള്ളൂ. ലെങ്ത് L1 എത്രയാണ്, ഇത് 1ഉം ഇത് 2ഉം. ഓക്കെ, ക്ലിയർ. സോ 1ന്റെ L1 എത്രയാണ്, 30 സെന്റിമീറ്റർ അല്ലേ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. അപ്പോൾ അത് 300 ആയിട്ട് എടുക്കാം, ഡിവൈഡഡ് ബൈ A1. ഇവിടെ ഇനി A നമ്മൾ എല്ലാവരും തെറ്റിക്കും, π/4 d² എടുക്കും. ഇവിടെ അത് എടുക്കരുത്, ബിക്കോസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്, സ്റ്റീൽ ബാർ ആണ്. അതായത് ക്രോസ് സെക്ഷൻ ഒരു ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സ്ക്വയർ ക്രോസ് സെക്ഷന്റെ ഏരിയ എങ്ങനെയാണ് വരുന്നത്, ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടത്തെ ഈ 5 × 5 ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് എത്രയാണ്, 5 × 5. ഇവിടെ തന്നിരിക്കുന്ന ഈ ടോപ്പ് സെക്ഷൻ, ഇതൊരു സർക്കിൾ ആയിരുന്നെങ്കിൽ നമുക്ക് π/4 എടുക്കാം. ഇവിടെ ഈ ഒരു എന്താണ് ക്രോസ് സെക്ഷണൽ സ്ക്വയർ ഷേപ്ഡ് സെക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഏരിയ എങ്ങനെയാ വരുന്നത്, 5 × 5. അപ്പൊ ഏരിയ A1 എന്ന് പറയുന്നത് 5 × 5 എത്ര കിട്ടുന്നത്, A1 ഈക്വൽ ടു 5 × 5 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 25 × സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. 5 × 5 25 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് മില്ലിമീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 100 mm സ്ക്വയർ. അപ്പൊ 100 mm സ്ക്വയർ, കറക്റ്റ്. സോ ഇവിടെ എന്ത് വരും, A1 2500, 2500 ഇൻറ്റു E1. ഫസ്റ്റ് സെക്ഷൻ സ്റ്റീൽ ആണ്, സ്റ്റീലിന്റെ ഈ വാല്യൂ എത്രയാണ്, 2.1 × 10⁵, കറക്റ്റ്. പ്ലസ് L2 എത്രയാണ്, 38, ദാറ്റ് ഈസ് 380 ഡിവൈഡഡ് ബൈ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്, മുകളിലത്തെ 5 × 5 ആയിരുന്നു. ഇവിടെ A2 എന്ത് വരും, A2 ഈക്വൽ ടു 10 × 10, അപ്പൊ 100 കിട്ടും, 100 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം, mm സ്ക്വയറിലോട്ട് മാറ്റണം. അപ്പൊ mm സ്ക്വയറിലോട്ട് മാറ്റുമ്പോൾ 10 × 10 100 ഇൻറ്റു അഗെയിൻ എന്ത് വരും, 100, കറക്റ്റ്, ഇൻറ്റു എത്രയാണ്, 7 × E2. E2 ഈസ് 7 × 10⁴. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഡി എൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാന്ന് തന്നിട്ടുണ്ട്? 0.25. അപ്പൊ 0.25 ഈസ് ഈക്വൽ ടു ആണ് പി ഇൻറ്റു ഈക്വേഷൻ. അപ്പൊ ഇതിൽ ഏതോ ഒരു അൺനോൺ വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒൺലി അൺനോൺ ഹിയർ ഈസ് പി. സോ ഈ പി മാത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇത് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം? കുറെ പേർക്ക് നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കും. ഇത് ഇത്രയും കൂടെ അങ്ങ് സോൾവ് ചെയ്യുക. 300/2500 ഇൻറ്റു 2.1 ഇൻറ്റു 10⁵5 ഇതിനൊരു വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ ഇതുപോലെ സോൾവ് ചെയ്യുക. 380/100 ഇൻറ്റു 7 ഇൻറ്റു 10⁴. ഇത് രണ്ടും സെപ്പറേറ്റ്ലി ആഡ് ചെയ്യുക. ഡെസിമൽ വാല്യൂ വരും. അപ്പം 0.25 ഈക്വൽ ടു പി ഇൻറ്റു സം വാല്യൂ അല്ലേ? അതിൽ നിന്ന് പി നമുക്ക് രണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു 0.25 ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ വിച്ച് വിൽ ബി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിയർലി 224 ന്യൂട്ടണിൽ കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ 224.37 കിലോ ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യുന്നത്. ഇതും റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ സാധനമാണ്. ഇതിൽ എല്ലാവരും തെറ്റിക്കുന്നത് 5 കാണുമ്പോൾ തന്നെ π/4 d² വെച്ച് ഏരിയ അമ്പോ എളുപ്പമെന്ന് പറഞ്ഞ് ചെയ്യും. അങ്ങനെ തെറ്റിക്കുന്നവരുണ്ട്. പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ തെറ്റിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് ചെയ്ത് നോക്കി ആൻസർ കൺഫേം ആക്കി നോക്കുക കേട്ടോ. ഓൾറൈറ്റ്, ഇനി അടുത്തത് പ്രോബ്ലം 3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇച്ചിരി ടഫ് ആയിട്ടുള്ള ടാസ്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത് എല്ലും ഇതിൻ്റെ ഡയമീറ്റർ ഡിയും വേണം. ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ലെങ്തും ഈ ഡയമീറ്ററും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ രണ്ടറ്റത്തുള്ള സെക്ഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മെയിൻ ട്വിസ്റ്റ് നമുക്ക് ആലോചിക്കുമ്പോൾ ഇത് 3 സെക്ഷൻ ആണോ? സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ഇങ്ങനെ എടുക്കണോ അതോ വേറെ രീതിയിൽ എടുത്താലേ ആൻസർ കിട്ടുകയുള്ളൂ? ഇതിങ്ങനെ 3 സെക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലൂ. അപ്പൊ ഇതിനെ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്താലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുകയുള്ളൂ. അതാണ് നിങ്ങളുടെ ടാസ്ക്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇത് പഠിക്കേണ്ടാത്ത ക്വസ്റ്റ്യൻ അല്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനും ചാൻസ് ഉള്ളതാണ്. സോ എന്തായാലും നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അതായത് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ട കാര്യം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു ഒരൊറ്റ ഇക്വേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എന്താണ്? DL is equal to PL/AE. ഈ ഒരൊറ്റ ഇക്വേഷനിൽ തന്നെയാണ് ഈ കഥ എല്ലാം പോകുന്നത്. ഈ ഇക്വേഷനിൽ നമ്മളിപ്പം വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ വന്നപ്പോൾ നമ്മൾ എന്ത് മാറ്റിയായിരുന്നു? ഇതിലെ എല്ലും എയും മാറി അല്ലേ? എല്ലും എയും നമുക്ക് മാറി. എല്ലും എയും നമ്മൾ വേരിയിങ് ഏരിയ തൊട്ട് മുന്നേ ഉള്ള സെക്ഷൻസിൽ ചെയ്തപ്പോൾ അത് രണ്ടും മാറി. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ കണ്ടീഷനിൽ നമ്മൾ മാറ്റാൻ പോകുന്ന ലോഡാണ്. അതായത് ഓരോ പോയിന്റിലും എന്ത് മാറുന്നു? ഇനി നമ്മുടെ ലോഡ്, നമ്മൾ കൊടുക്കുന്ന ലോഡ് ഒരു സെക്ഷൻ, നമ്മൾ കോൺസ്റ്റന്റ് ലോഡ് 2 ഏരിയയിൽ വിട്ടാണ് ഇതുവരെ നമ്മൾ പുള്ളി ചെയ്തിരുന്നത്. പക്ഷെ ഇനി ഇവിടെ നമ്മുടെ ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യാൻ പോകുന്ന ലോഡ് മാറ്റുന്ന കണ്ടീഷനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ലോഡ്സ് ആർ ആക്ടിങ് ഓൺ എ ബോഡി. അപ്പം നമുക്ക് ഒറ്റ സിംഗിൾ ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫോഴ്സസ് ഒരൊറ്റ സെക്ഷനിൽ തന്നെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പഠിക്കാമെന്ന് നോക്കുക. ഒരു പ്രോബ്ലം വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ ഒരൊറ്റ പ്രോബ്ലം എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇതിൽ പ്രോബ്ലത്തിൽ ടെക്സ്റ്റിലും ചിലപ്പം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണും. ഇത് 10 കിലോ ന്യൂട്ടൺ ഇൻ ദി ഈ ഡയറക്ഷൻ ആണ് കേട്ടോ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എ ബാർ ഹാവിങ്
എ ബ്രാസ് ബാർ ഹാവിങ് ക്രോസ് സെക്ഷണൽ ഏരിയ 1000 mm². അതായത് നമ്മൾ നേരത്തെ വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയയിലെല്ലാം കണ്ടത് എന്തൊക്കെ മാറുമായിരുന്നു? എല്ലും ഏരിയ ലെങ്ത് ഏരിയ മാറുമായിരുന്നു. ഇവിടെ ലെങ്ത് മാറുന്നുണ്ട്, പക്ഷെ ഏരിയ ഇസ് കോൺസ്റ്റന്റ് ഇയർ. അതായത് ഇതിൽ എല്ലാത്തിൻ്റെയും നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ലെങ്ത് മാറുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ബാർ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആണെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് മാറുന്നില്ല? ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആയിട്ടിരിക്കുന്ന ഒരു ബാർ ആണ്. അതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, 5/4d², നമുക്ക് d × d ഇതൊന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് എത്രയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ? 1000 mm² എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ. നമുക്ക് ഫൈൻഡ് ദി ടോട്ടൽ എലോങ്ങേഷൻ ഓഫ് ദ ബാർ ഇ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് DL ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഡിഫറൻസ് ഈസ് ഇവിടെ എന്ത് മാറുന്നുണ്ട്? ഓരോ സെക്ഷനിലും നമ്മൾ ഈ കാണുന്നുണ്ടോ 50, 80, 20 ഓരോ സെക്ഷൻ വൈസിലും ഫോഴ്സസ് P മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് P ലോഡ് മാറുന്നു, ഡിഫറെന്റ് സെക്ഷൻസിൽ മാറുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ആ എളുപ്പത്തിൽ നമ്മൾ സൊല്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. LSF ഈസ് ഈക്വൽ ടു RSF ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഫോഴ്സസ് ആണോ ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കുക. ലെഫ്റ്റിലോട്ട് പോകുന്ന ഏതൊക്കെയാണ്? 50 ലെഫ്റ്റ്, 20 ലെഫ്റ്റ്, 10 ലെഫ്റ്റ്. റൈറ്റിലോട്ട് ആകെ 80 ഉള്ളൂ. അപ്പം ലെഫ്റ്റിലോട്ട് പോകുന്ന എന്തൊക്കെയാണ്? 50 + 20 + 10. അപ്പൊ ടോട്ടൽ എത്ര വരും? 80 അല്ലേ? റൈറ്റിലോട്ട് എത്ര? 80. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് 80 ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് റൈറ്റ് സൈഡ് ഫോഴ്സസും ഈക്വൽ ആയിട്ടില്ലെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി താങ്ക്സ് എന്ന് എഴുതിയാൽ മതി. കാര്യം എന്ത് തെറ്റാണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്. ക്ലിയർ? പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് അൺനോൺ ഫോഴ്സ് P ആക്കി തരും, അവിടെ താങ്ക്സ് എന്ന് എഴുതി വെക്കരുത്. അൺനോൺ ഫോഴ്സ് നമ്മൾ ഏത് വെച്ച് കണ്ടുപിടിക്കുക? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഫോഴ്സസ് ആണോ ചെക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് റൈറ്റ് സൈഡ് ഫോഴ്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആദ്യം നമ്മുടെ ആൻസർ ഷീറ്റിൽ തന്നിരിക്കുന്ന സെക്ഷൻ അതുപോലെ, ഇപ്പൊ 3 സെക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 സെക്ഷൻ അതുപോലെ വരയ്ക്കുക. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, അല്ലെങ്കിൽ 1, 2, 3 കൊടുക്കുക. 1, 2, 3. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമുക്ക് ഓരോന്നിലും ഓരോ ലോഡ് തന്നിട്ടുണ്ട് ഇല്ലേ? ഈ സെക്ഷനിൽ നിന്ന് പോകുന്നത് എത്രയാണ്? 50. ഈ സെക്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് 80. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10. അപ്പോൾ ഈ സെക്ഷൻ വൈസ് തരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട നമ്മൾ ഈ സെക്ഷൻ ഇതുപോലെ വരയ്ക്കുക. സെക്ഷൻ A അല്ലെങ്കിൽ സെക്ഷൻ 1 താഴെ വരയ്ക്കുക. സെക്ഷൻ 2, സെക്ഷൻ 3 ഇത്രയും വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ 50% ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 1, 2, 3 നമ്മൾ ഇതുപോലെ വരച്ചു. 1 താഴെ വരയ്ക്കുക, ഒരൊറ്റ ലൈനിലല്ല, താഴെയായിട്ട് വരയ്ക്കുക. ഇനി അടുത്ത ചെയ്യേണ്ട പ്രൊസീജിയർ നമ്മൾ ലോഡ് എഴുതുക. ലോഡ് എഴുതുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി എളുപ്പമാണ്. ഇപ്പൊ 3 സെക്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലായി, നമ്മൾ 3 സെക്ഷൻ ചെയ്തു. ഇനി 3 എണ്ണത്തിലും എന്ത് സെയിം അല്ല? P ലോഡ് സെയിം അല്ല. ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യാൻ പോകുന്ന ലോഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ലോഡിനെ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കും? അതാണ് ഇവിടുത്തെ ടാസ്ക്. അതിന് രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓൾവേസ് സോൾവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സോൾവ് ചെയ്ത് പോവുക. അപ്പൊ ഇവിടെ ലെഫ്റ്റില് ഈ പോയിന്റിൽ ആക്ട് ചെയ്യേണ്ട ടോട്ടൽ ലോഡ് എത്രയാണ്? 50. അതങ്ങ് കൊടുക്കുക. ലെഫ്റ്റിൽ നമ്മൾ കൊടുത്തു, റൈറ്റിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ലെഫ്റ്റിലോട്ട് എത്ര പോയോ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആ രീതിയിൽ ചിന്തിക്കുക. 50 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇപ്പുറത്ത് എത്ര എഴുതിയോ അതിന്റെ സെയിം വാല്യൂ തിരിച്ച് അങ്ങോട്ട് എഴുതുക, 50 kN. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ലൈനില് ഇപ്പൊ 50 അല്ലേ വരണേ, ടോട്ടൽ ഇവിടെ എത്രയാണ് വന്നത്? ഗ്രീൻ എത്രയാണ്? 50 അല്ലേ? അതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് റെഡ് എത്ര തന്നെ ആയി? 50 തന്നെ ആയി, അത് ബാലൻസ്ഡ് ആയി. സെക്കൻഡ് സെക്ഷനിൽ നോക്കുക. ഈ രണ്ടാമത്തെ സെക്ഷനിൽ ടോട്ടൽ 80 ആണ് വരേണ്ടിയിരുന്നത്. നമുക്കിവിടെ ഇപ്പൊ എത്രേ പോയുള്ളൂ? ഫസ്റ്റ് സെക്ഷനിൽ 50 പോയി.
ബാലൻസ് എത്രയുണ്ട്? 30. അതിവിടെ കൊടുക്കുക. മനസ്സിലായോ? എന്നാൽ ആ റൈറ്റിലോട്ട് പോകുന്ന ആ സെക്ഷനിൽ എത്രയേ ഉള്ളൂ? 80 വരാൻ. 50 ആയി, 30 ആയി. അപ്പൊ അവിടെ ടോട്ടൽ എത്രയായി? 80 ആയി. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അവിടെ എത്രയാണോ ലെഫ്റ്റിൽ നിന്ന് വന്നത് അത്ര തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ആ സെക്ഷനും കഴിഞ്ഞു. സെക്ഷൻ 2ഉം ഓവർ. ഇനി ഏത് മാത്രമേ ഉള്ളൂ? നമുക്ക് 3 മാത്രമേ ഉള്ളൂ. 3യിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന ലോഡ് എത്രയാണ്? 20. നമ്മളിപ്പോൾ ഓൾറെഡി ഈ സെക്ഷനിൽ എത്ര കൊടുത്തിട്ടുണ്ട്? ആ സെക്ഷൻ കുറച്ച് നീങ്ങിപ്പോയെ. കറക്റ്റ് അതിന്റെ താഴെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അവിടെ 30 വന്നു. എത്ര വന്നാൽ മതിയായിരുന്നു? 20. സോ അതിനെ ഈക്വലൈസ് ചെയ്യാൻ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എത്ര കൊടുക്കുക? 10. ക്ലിയർ ആണോ? അപ്പം ലെഫ്റ്റിലോട്ട് എത്ര പൊക്കോളും? 20 പൊക്കോളും. എത്ര തിരിച്ച് ഓപ്പോസിറ്റ് കൊടുത്താൽ? 10. ഈ പോർഷൻ ചെക്കാണ്. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര വരുവുള്ളൂ? 10. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10 അല്ലേ? ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ 3 സെക്ഷനിലെയും ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെറ്റ് ചേഞ്ച് ലെങ്ത് എങ്ങനെ എഴുതാം? DL1 പ്ലസ് DL2 പ്ലസ് DL3 എന്ന് എല്ലാവരും എഴുതും. ശരിയാണോ? പ്ലസ് ആണോ വരേണ്ടത്? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റ് വൺ ഈസ് ടെൻഷൻ അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ടെൻഷൻ. സെക്കൻഡ് വൺ ഈസ്, ഫസ്റ്റ് വൺ ടെൻഷൻ അല്ലേ? വലിയുന്നതല്ലേ? രണ്ട് സൈഡിലോട്ടും വലിക്കുവാണ് നമ്മൾ ഫോഴ്സ്. രണ്ടാമത്തെ കണ്ടീഷനിൽ അതെന്താണ് ചെയ്യുന്നത്? രണ്ടീന്നും അകത്തോട്ടാണ് പോകുന്നത് 30. സോ ആ സെക്കൻഡ് സെക്ഷന് നമ്മൾ കംപ്രസ് ചെയ്യുന്നു. സോ മൈനസ് DL2. തേർഡ് സെക്ഷനും കംപ്രഷൻ ആണ്, മൈനസ് DL3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഇതിനെ വീണ്ടും തെറ്റിക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ പ്ലസും മൈനസും ഇടുന്നത്. അപ്പൊ വലിക്കുന്നതാണെങ്കിൽ പ്ലസ് ഇടുക, അകത്തോട്ട് പോകുന്നതാണെങ്കിൽ മൈനസ് ഇടുക. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് P1 L1 ബൈ A1 E1 മൈനസ് P2 L2 ബൈ A2 E2 മൈനസ് P3 L3 ബൈ A3 E3. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് വ്യത്യാസം വരാൻ പോകുന്നത്? P1 50 ഇടുക, 50 ഇതെല്ലാം കിലോ ന്യൂട്ടൺ ആണ് അല്ലേ? കിലോ ന്യൂട്ടൺ, 30 കിലോ ന്യൂട്ടൺ, 10 കിലോ ന്യൂട്ടൺ. അപ്പൊ ഇൻറ്റു 10⁻³ P1 എന്ത് വരും? ഞാൻ ഇങ്ങോട്ട് എഴുതാം. 50 ഇൻറ്റു 10⁻³ ഇൻറ്റു L1 ഈസ് 600. അത് mm തന്നെയാണ്. 600 ഡിവൈഡഡ് ബൈ ഏരിയ 1000 mm². 1000 ഇൻറ്റു ഈ സെയിം ആണ് എല്ലാത്തിനും. അപ്പൊ 1.05 ഇൻറ്റു 10⁻⁵. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DL1 കിട്ടും. DL2 വരുമ്പോൾ L2 എത്രയാണ്? 1 മീറ്റർ. അപ്പൊ ഈ 600 പകരം 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A2 എത്ര തന്നെയാണ്? A2 സെയിം ആണ്, 1000 തന്നെയാണ്. E2 എത്ര തന്നെയാണ്? 1.05. അപ്പൊ അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P3 എത്രയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 10. L3 1 പോയിന്റ്. അപ്പൊ 1200 mm. A1 ഏരിയ എത്ര തന്നെയാണ്? 1000 mm². EM ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 1.05. സോ എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ നെറ്റ് ചേഞ്ച് ഇൻ ലെങ്തിന്റെ ആൻസർ -0.1124 mm എന്ന് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ മാറുന്ന, ലോഡ് മാറുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് നമ്മുടെ വർക്ക് ബുക്കിൽ. അതും കൂടെ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. അത് സിമ്പിൾ ആണ്, ഇതുപോലെ ഉള്ളൂ. പക്ഷെ അതിൽ ഒരു ഫോഴ്സ് P നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? P1 ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്യുക. ഏതാണോ ക്വസ്റ്റ്യന് തന്നിട്ടില്ലാത്ത ഫോഴ്സ് അത് കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോ 2 സെക്ഷൻ കണ്ടു. ഏതൊക്കെ കണ്ടു? വേരിയിങ് ക്രോസ് സെക്ഷനും കണ്ടു, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷനും കണ്ടു. ഓക്കെ.